ഹായ് വെൽക്കം ടു സുമി ടോക്കീസ്. അപ്പോൾ എക്കോ കണ്ടു. നമ്മുടെ കിഷ്കിന്ദാകാന്ഡം ടീം ഈസ് ബാക്ക്. ദിൻജിത്ത് അയ്യപ്പനാണ് ഡിറക്ഷൻ. ആസ് യൂഷ്വൽ സ്ക്രീൻ പ്ലേ ആൻഡ് സിനിമറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ബാഹുൽ രമേഷാണ്. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു എക്കോ. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും അതിൻ്റെ എൻഡിൽ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് നിർത്തുന്നൊരു ട്രിവിയൽ ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് നല്ല രീതിയിൽ എന്നെ ഇമ്പ്രസ് ചെയ്തു. അതുപോലെ ഞാനൊരു കിഷ്കിന്ദാകാന്ഡം ഫാനല്ല. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് എനിക്കൊരു അനാലിസിസ് ഇങ്ങനെ അറിയാണ്ട് തന്നെ വന്നു. അപ്പോൾ വളരെ ലൈവും എൻഗേജിങ്ങും കുറച്ച് ഡീപ്പായിട്ടൊരു ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്ന സ്ക്രിപ്റ്റാണ് ഇപ്രാവശ്യം ബാഹുൽ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഒരു ഗ്ലിച്ചസ് അതിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് വളരെ മിനിമലാണ് സിനിമയിൽ. അപ്പോൾ കേരള ക്രൈം ഫയൽസ് 2 ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ബാഹുൽ ഫോക്കസ് ചെയ്യുന്നത് ഡോഗ്സിലാണല്ലോ. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് എക്കോ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ടീമിൻ്റെ കാര്യത്തിലല്ല. പക്ഷേ ഈ ഇവരുടെ ഒരു അനിമൽ ട്രിലജിയിലെ മൂന്നാമത്തെ ഒരു ഫൈനൽ സിനിമയാണല്ലോ എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിൽ ഡോഗ്സിനെ യൂസ് ചെയ്തിരിക്കുന്ന രീതി അത് ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്നത് വളരെ ഒറിജിനലായിട്ടാണ് ഫീൽ ചെയ്തത്. നന്നായിട്ട് ആ പോർഷൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബേസിക് ഫിലോസഫി സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എക്രോസ് സ്ക്രിപ്റ്റ് ഇങ്ങനെ കെടുക്കുകയാണ്. അതായത് ഈ ഡോഗ്സും മാസ്റ്ററും തമ്മിലുള്ള ഒരു ബന്ധം, അതുപോലെ തന്നെ അതുണ്ടാക്കുന്നൊരു സ്ലേവറി, എങ്ങനെയാണ് ഈ ഡോഗ്സിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ്, അതുപോലെ എത്രമാത്രം അലേർട്ടാണ്, എത്രമാത്രം ഷാർപ്പാണ് ഡോഗ്സ്, ട്രെയിൻഡ് ആയിട്ടുള്ള സ്ലേവ്സ് എന്ന് വേണമെങ്കിൽ പറയാം, എത്രമാത്രം പ്രൊട്ടക്റ്റീവാണ്, എത്രമാത്രം ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ ഡോഗ്സിൻ്റെ മറ്റൊരു വേർഷനായിട്ടാണ് ഇതുപോലെ ട്രെയിൻ ചെയ്യപ്പെട്ട സ്ലേവറിയുള്ള മനുഷ്യന്മാരും. അങ്ങനെ ഒരു സബ് ടെക്സ്റ്റ് ഈ സ്ക്രിപ്റ്റിലുണ്ട്. അത് ശരിക്കും നമുക്കത് കൺവിൻസിങ് ആണ്. പിന്നെ ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയൊരു പ്രശ്നം, ഇതിൽ വളരെ തുടക്കത്തിൽ വളരെ ക്ലെവറായിട്ട് എഴുതി കാണിക്കുന്ന ഒരു സംഭവമാണ് ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്ന് പറയുന്നത്. അതായത് കുര്യച്ചനാണ് എക്കോ സിനിമയിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ. കുര്യച്ചൻ മിസ്സിംഗ് ആണ്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡറാണ്. അപ്പോൾ കുര്യച്ചൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ആളൊരു കുറച്ച് മിസ്റ്ററി ആയിട്ടാണ് നിൽക്കുന്നത്, നമുക്ക് വലിയ പിടിപാടില്ല. പക്ഷെ ആൾ കുറേ വിക്ടിംസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിക്ടിംസ് എല്ലാവരും ഒരു പസിലിൽ ഇങ്ങനെ പീസസ് വരുന്ന പോലെ ഫസ്റ്റ് ഹാഫിൽ, പ്രത്യേകിച്ചും സിനിമ മുഴുവനും എന്ന് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ പ്ലോട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് ഒരു കുര്യച്ചൻ ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം നടത്തുന്നുണ്ട്. അത് കുറച്ച് സ്ക്രിപ്റ്റിൽ ഓവർലോഡഡ് ആണ്. ഇടയ്ക്ക് എനിക്ക് തോന്നിയായിരുന്നു ഇതൊന്ന്, അതായത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് സ്ക്രിപ്റ്റ് ലീഡ് ചെയ്യുന്നൊരു സിനിമയാണ് എക്കോ. അപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് കുറച്ച് സട്ടിലായിട്ട് കുറച്ച് ഷോർട്സിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ എന്നെനിക്ക് ചില ഭാഗങ്ങളിൽ തോന്നിയിരുന്നു. ബേസിക്കലി അത് അത്ര കാര്യമായിട്ട് പ്രൊജക്റ്റഡ് ഒന്നുമല്ല, എന്നാലും അങ്ങനെ ഒരു സംഭവം കുറച്ച് ഓവർലോഡഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലിച്ചായിട്ട് തോന്നിയത്, ഇത് അഭിനയിക്കുന്നത് കുര്യച്ചൻ എന്ന് പറഞ്ഞ റോളിലേക്ക് വരുന്നത് സൗരഭ് സച്ദേവയാണ്. അപ്പോൾ ആളെ കാണുന്ന സമയത്ത് ഈ പറഞ്ഞ ബിൽഡപ്പിൻ്റെ എല്ലാ റിഫ്ലക്ഷൻസും നമുക്ക് കിട്ടുമോ ചോദിച്ചാൽ കുറച്ച് ഗ്യാപ്പ് നമുക്കവിടെ ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് ഏറ്റവും അധികം ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സെക്കൻഡ് ഹാഫിൽ ഈ സ്ക്രിപ്റ്റ് ഒരു ഷിഫ്റ്റ്, അതായത് വേറൊരു ക്യാരക്ടറിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ മാത്തിയടത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഇതിൽ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു എലമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ക്ലെവർ ചോയ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ മാത്തിയടത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ബിയാന മോമിൻ എന്ന് പറഞ്ഞൊരു നടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് ഫേസ് ആണ്. നമുക്ക് ഇതിലെ 2 സെൻട്രൽ ക്യാരക്ടേഴ്സും മലയാളികളല്ല എന്നൊരു നല്ല കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. മലയാള സിനിമ ഇതുവരെ ഡീൽ ചെയ്യാത്തൊരു സബ്ജക്റ്റ് ആണ് ഈ സിനിമ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷനിൽ ഇങ്ങനെ വളരെയധികം ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ ഈ 2 ക്യാരക്ടേഴ്സിന് പറ്റിയിട്ടുണ്ട്.
പക്ഷേ എസ്പെഷ്യലി ഈ ബിയാന എന്ന് പറഞ്ഞ ആക്ട്രസ് ഒരു മിസ്റ്റീരിയസ് ഓറയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ വന്ന് അതിൻ്റെ ഒരു ബിൽഡ് അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റിന് പറ്റിയിട്ടുണ്ട്. സാധാരണ ഇതിൽ ഇടയ്ക്കൊരു ഡ്രോപ്പ് വരാറുണ്ട്, അത് ഈ സിനിമയിൽ സംഭവിച്ചിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ആക്ട്രസിനെ. അപ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഞാൻ സിനിമ കണ്ട് നേരെ വന്ന് റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ മേഘാലയ ബേസ്ഡ് ആക്ട്രസ് ആണെന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും സെലക്ഷൻ കൊള്ളാം. ഇതിൽ പ്ലോട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന വേറൊരു ഒരു പ്രശ്നമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ, സാധാരണ ബാഹുൽ രമേഷിൻ്റെ സ്ക്രിപ്റ്റുകളിൽ ഇവരെ ഒരു കോംബോ വർക്ക് ചെയ്യുന്ന ദിൻജിത്ത് അയ്യത്തിനും അതുപോലെ ബാഹുൽ രമേഷിൻ്റെയും ഒരു കോംബോയിൽ വരുന്നൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബാഹുലിൻ്റെ സ്ക്രിപ്റ്റ് എപ്പോഴും ഈ സസ്പെൻസും മിസ്റ്ററിയും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഒരു സ്കില്ലുള്ള ഒരു ആളാണ് ബാഹുൽ. നല്ല എക്സ്പെർട്ടീസ് ഉണ്ട് അതിൽ. സ്ക്രിപ്റ്റ് ആ രീതിയിൽ ഓഡിയൻസിനെ ഭയങ്കര സസ്പെൻസിലൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഇതിൻ്റെ ഒരു റീസണിങ് വരുന്ന സമയത്താണ് സാധാരണ ബാഹുലിൻ്റെ സ്ക്രിപ്റ്റ് വീക്കാവുന്നത്. അത് ഈ സിനിമയിലും ഉണ്ട്. പക്ഷേ അത്ര പ്രൊജക്റ്റഡ് അല്ല എക്കോയിൽ അത്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ലൈവായിട്ട് പോകുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ എക്സലൻസ്, എസ്പെഷ്യലി നമ്മളുടെ ഈ ബിയാനയുടെ ഒക്കെ ഒരു ക്യാരക്ടറൊക്കെ കൊണ്ടുവരുന്ന ഒരു എലവേഷനിൽ അതിങ്ങനെ കവേർഡായിട്ട് പോകുന്നുണ്ട്. ഈ പ്രാവശ്യം അതത്ര പ്രൊജക്റ്റഡ് അല്ല, എങ്കിലും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നെക്സ്റ്റ് ടൈം ഈ എസ്പെഷ്യലി എക്കോയുടെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോഴൊക്കെ ഈ ടീം നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നുള്ളതായിട്ട് കാണാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഈ ഒരു സംഭവം കൂടി ഫിക്സ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ആക്ടേഴ്സിൻ്റെ കാര്യം, നമുക്ക് ഇതിൻ്റെ ഒരു ആക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സന്ദീപ് പ്രദീപാണല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തിട്ടുള്ളത്. നല്ല അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് സന്ദീപിന്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ സന്ദീപ് ഇങ്ങനെ അഭിനയിക്കുന്നു. ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെ നാച്ചുറലായിട്ടാണ് ഈ ക്യാരക്ടറിനെ നമുക്ക് സിനിമയിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. എസ്പെഷ്യലി ഒരു ആക്ഷൻ സീക്വൻസ് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതിൽ സന്ദീപ് അങ്ങനെ ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് ആ ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് കാണിച്ചു എന്ന് ഞാൻ പറയില്ല. പക്ഷെ ചെയ്ത പോർഷൻസ് നല്ല ഉള്ള എബിലിറ്റിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഷോർട്ട് ആൻഡ് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ആക്ഷൻ സീക്വൻസാണ് സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പോർഷൻ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവിടെയാണ് ബിനി പോപ്പോ ഒക്കെ കുറച്ച് ലൈവായിട്ട് വരുന്നത്. ബിനുവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ റോളാണ്. പിന്നെ ഇതിൽ ക്യാമറയുടെ കാര്യം, അതായത് സിനിമോട്ടോഗ്രാഫിയുടെ കാര്യം പറയേണ്ട കാര്യമല്ലോ. ഞാനിത് കൃഷ്ണകാന്ഡത്തിൻ്റെ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണല്ലേ അത് എഴുതി സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ അത് പിക്ചറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ സ്റ്റണ്ണിങ് വിഷ്വൽസ് തന്നെയാണ് പിന്നെ എക്കോയിലുള്ളത്. ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയത് ആ ഒരു ഏരിയ തന്നെ ഒരു മിസ്റ്റീരിയസ് ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്, ഇടുക്കിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ക്യാരക്ടേഴ്സിന് ഈ ഇത്രയും ഒരു ഒട്ടും റിവീൽ ചെയ്യാതെ നിൽക്കുന്ന ഈ ക്യാരക്ടേഴ്സിന്, വളരെ ആംബിഗസ് ആയിട്ടുള്ള ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു ആംബിയൻസ് ഓൾറെഡി ആ ലൊക്കേഷനിൽ തന്നെയുണ്ട്. പക്ഷെ അന്ന് വെച്ചിട്ട് ഒരു അത്തരം ഷോട്ടുകൾ ഇങ്ങനെ ഓവറായിട്ട് സിനിമയിൽ ഉപയോഗിക്കുക എന്നുള്ള സംഭവം ചെയ്തിട്ടേ ഇല്ല. സൂരജ് യസിൻ്റെ എഡിറ്റിംഗ് പക്കാണ്. ഒരു എക്സ്ട്രാ ഷോട്ട് പോലും ഈ സിനിമയിലില്ല. അവരുടെ ടീം മുഴുവൻ ബാക്കാണ്. അപ്പോൾ മുജീബ് മജീദിൻ്റെ കാര്യവും പറയേണ്ട കാര്യമില്ല. സത്യത്തിൽ ആ മ്യൂസിക് ബ്ലെൻഡ് ചെയ്ത് പോയിരിക്കുന്നത് നമുക്ക് അറിയാൻ കൂടി പറ്റില്ല. അത്രയ്ക്കും നല്ല രീതിയിലാണ് സ്റ്റോറി ലൈനുമായിട്ട് അത് പോയിരിക്കുന്നത്. അങ്ങനെ ടെക്നിക്കലി എല്ലാം കൊണ്ടും സിനിമ സൂപ്പർബാണ്. അതുപോലെ ഈ രണ്ട് സെൻട്രൽ ക്യാരക്ടേഴ്സും അറിയാലോ, ഒരു മലയാളികളല്ല, പക്ഷെ അതിൻ്റെ ഒരു ആ ഒരു ലിപ് സിങ്കിങ്ങിലോ അവരുടെ ഒരു മാനറിസത്തിലോ കുറച്ചെങ്കിലും ഒരു നമുക്ക് അങ്ങനെ തോന്നുന്നത് സൗരഭാണ്. പക്ഷേ ഓവറായിട്ടല്ല, എന്നാലും ആൾ വരുന്നത് തന്നെ വളരെ റെയറാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. എന്നാലും കുറച്ചെങ്കിലും അങ്ങനെ ഒരു ഇതുള്ളത് സൗരഭിനാണ്. പക്ഷേ ലിപ് സിങ്കിങ്ങും ഒക്കെ എനിക്ക് നന്നായിട്ട് ചെയ്ത പോലെയാണ് തോന്നിയത്. ഒരു പ്രശ്നം തോന്നിയില്ല. അതുപോലെ തന്നെ ഇതിൽ ഒരു ഇൻ്റർനാഷണൽ ഡോഗ് ബ്രീഡർ ആയതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് പോർഷൻസ് വരുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിലാണ് സിനിമ ഡീൽ ചെയ്തിരിക്കുന്നത്. നല്ല കെയർ കൊടുത്തിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. അങ്ങനെ സിനിമയുടെ ഒരു മറ്റ് പോർഷൻസിൽ വരുന്നത് കൂടുതലായിട്ട് വരുന്നത് വിനീത് അഭിനയിക്കുന്നുണ്ട്. വിനീത് തുടക്കത്തിൽ എനിക്ക് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് തോന്നിയെങ്കിലും ആ ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്തിനനുസരിച്ച് വിനീത് ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്നതായിട്ട് കാണാം. അശോകനുണ്ട്. അശോകന് കുഴപ്പമില്ലാത്തൊരു റോളാണ്. അതുപോലെ തന്നെയാണ് നരൻ ഒരു നോട്ട് ബാഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതുപോലെ സഹീർ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
ആ റോളും കുറച്ച് എക്സ്റ്റെൻസീവാണ്. ഇങ്ങനെ ഇവരൊക്കെയാണ് ഈ സിനിമയിൽ വളരെ കുറച്ചൊരു ക്യാരക്ടർ പൂളുള്ള ഒരു സിനിമയാണ്. അവരെ പ്ലോട്ട് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലേസാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ഒരു എൻഡിൽ ആ ഒരു ഷിഫ്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു ഹോൾസം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് മലയാള സിനിമയിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരാനായിട്ട് ഈ എക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊരു ബ്രേക്ക് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടോ ഈ സിനിമ കാണാൻ പറ്റില്ല. കാരണം സ്പൂൺ ഫീഡിങ് ഇല്ലാത്ത ഒരു സ്ക്രിപ്റ്റ് ആണല്ലോ ഈ ടീം തരുന്നത്. അത് ഇപ്രാവശ്യം കുറച്ചും കൂടി ഒരു കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിലിംഗും ഉള്ളതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ബ്രേക്ക് എടുക്കാതെ കാണേണ്ട സിനിമയാണ്. അപ്പോൾ തിയേറ്റർ വാച്ചാണ് ഏറ്റവും ബെറ്റർ. ഞാൻ അങ്ങനെയാണിത് ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് എക്കോ കാണുക. നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് എക്കോ. എല്ലാ രീതിയിലും എക്കോ കുറച്ച് ഒരു എക്സലൻസിൽ നിൽക്കുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. ഇത്രയൊക്കെയാണ് എക്കോയെ കുറിച്ചിട്ട് ഇപ്പോൾ ഈ പോയിന്റിൽ പറയാനുള്ളത്. കുറച്ചുകൂടി കഴിഞ്ഞൊരു ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒന്ന് അനലൈസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റൂ. എന്തായാലും പിന്നെ നമുക്ക് വേറൊരു സിനിമയ്ക്കായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.